ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അലമാരയിൽ എൻ്റെ ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഓർഗനൈസേഴ്സാണ് കാണിക്കുന്നത്. അതിൽ ഒട്ടുമിക്കതും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ 2-3 എണ്ണം മീഷോന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിയതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്നതാ ഇതുപോലെയുള്ളൊരു സ്റ്റോറേജ് ബാഗാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ക്ലോത്ത് കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൊരു സ്റ്റോറേജ് ബാസ്ക്കറ്റ് പോലെയുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ഇത് ഞാൻ പഴയ ഒരു കർട്ടൻ്റെ ക്ലോത്തും അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ട് പഴയ തുണികളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഡ്രസ്സുകൾ ഇങ്ങനെ വേർട്ടിക്കലായിട്ട് വെച്ചാൽ നമുക്കതിൽ നിന്ന് ഏത് ഡ്രസ്സാണ് അതിൽ വെച്ചതെന്ന് നന്നായിട്ട് കാണുകയും ചെയ്യാം. നമുക്ക് ഏത് ഡ്രസ്സാണോ ആവശ്യം അത് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ചിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അടിയിലുള്ള ഡ്രസ്സ് ഏതാണെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബോക്സുകളിലൊക്കെ വെക്കുമ്പം ഇതേപോലെ ഇങ്ങനെ കുത്തനായിട്ട് വെക്കാം കേട്ടോ. ഇത് അലമാരയിൽ ഇതാ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് വെക്കാം. അപ്പോൾ നല്ല നീറ്റായിട്ട് അലമാരയിൽ നിന്നോളും. ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കാർഡ്ബോർഡ് ബോക്സും യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കാം. കാർഡ്ബോർഡിൻ്റെ ബോക്സ് എന്തെങ്കിലും ഒരു പേപ്പറോ അല്ലെങ്കിൽ ക്ലോത്തോ വെച്ച് കവർ ചെയ്താൽ നല്ല വൃത്തിയിൽ നിന്നോളും. അതിലും ഡ്രസ്സുകൾ ഇതേപോലെ തന്നെ വെർട്ടിക്കലായിട്ട് വെച്ചാൽ നമുക്ക് എല്ലാ ഡ്രസ്സുകളും കാണാനും പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഇതാ നമ്മൾ അലമാരയിൽ വെച്ചാൽ കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടി ഇങ്ങോട്ട് വലിച്ചിട്ട് അതിൽ ഡ്രസ്സ് എടുക്കാം, അങ്ങോട്ടേക്ക് തന്നെ നീക്കി വെക്കാം. അങ്ങനെ എളുപ്പമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പം യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള സാരി ബാഗാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഷോന്നാണ്. 10 എണ്ണം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ വരുന്നത്. അപ്പം അതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഒരു ഭാഗം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഡ്രസ്സാണ് അതിലുള്ളതെന്നുള്ളത് ഇതിലൂടെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. സിബ് നല്ല ക്വാളിറ്റി സിബൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം ഈ ഒരു ബാഗ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എപ്പോഴും ഇങ്ങനെ അലമാര വൃത്തിയാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഈ ഒരു ബാഗിൽ ചുരിദാർ, അതിൻ്റെ പാൻറ്റ്, ഷോള് ഒക്കെ ഒറ്റൊരു സെറ്റാക്കി വെച്ചാൽ അത് തന്നെ നിന്നോളും, സെപ്പറേറ്റ് ആയി പോകില്ല. പിന്നെ നമ്മൾ ഏത് ഡ്രസ്സാണോ എടുക്കുന്നത് അത് തിരിച്ച് വെക്കുമ്പോഴും ഇതേപോലെ തന്നെ ബാഗിലാക്കിയിട്ട് തന്നെ വെക്കാം. അങ്ങനെ ആകുമ്പം എപ്പോഴും അത് ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. ഇത് ഞാൻ അലമാരയിൽ ഇങ്ങനെ കുത്തനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വേണമെങ്കിൽ വെക്കാം, പക്ഷെ എനിക്കിങ്ങനെ ചെരിച്ച് വെക്കുന്നതാണ് എളുപ്പമായിട്ട് തോന്നിയത്. കാരണം നമുക്ക് ഓരോന്നും ഇങ്ങനെ സൈഡിലൂടെ നോക്കിയാൽ ഏതാണെന്നുള്ളത് കാണുകയും ചെയ്യാം. ഇങ്ങനെ വെക്കുമ്പോഴാണ് കുറച്ചും കൂടി നീറ്റായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു ഓർഗനൈസറാണ് ഇതേപോലുള്ള സാരി ബാഗ്. കുറേ സാരികൾ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു സാരി ബാഗാണിത്. പക്ഷേ ഞാനിത് യൂസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും എടുക്കാത്ത ഡ്രസ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ തണുപ്പത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, എപ്പോഴെങ്കിലൊക്കെ എടുക്കുന്ന അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കാനാണ് ഈ ഒരു സാരി ബാഗ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഒരു 4-5 കൊല്ലമായി ഞാനിത് വാങ്ങിയിട്ട്. അപ്പോൾ ലിങ്ക് ഉണ്ടെങ്കിൽ ഈ സെയിം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇതും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഇതൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഈ ഒരു ബാഗ് യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മളുടെ അടുത്ത് ഇതേപോലെയുള്ള ഷോപ്പിംഗ് ബാഗുകളൊക്കെ ഉണ്ടാവും. കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡിൻ്റെ ഒക്കെ ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഷോപ്പിംഗ് ബാഗ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. അതിൽ ഇതേപോലെ ഞാനിപ്പോൾ ഒരു പ്രെയർ ഡ്രസ്സ്, എക്സ്ട്രാ ഉള്ള പ്രെയർ ഡ്രസ്സൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇതേപോലുള്ള ഷോപ്പിംഗ് ബാഗൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത്ര വലിപ്പത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി വെച്ചിട്ട് നമുക്ക് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ചെറിയൊരു ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാം. അതിൽ വേണമെങ്കിൽ കുട്ടികളുടെ അണ്ടർവെയർസ് അല്ലെങ്കിൽ ട്രൗസർ അങ്ങനത്തെയൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ അലമാരയിൽ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ അങ്ങനെ വലിക്കാനും പെട്ടെന്ന് എന്തായാലും ഉള്ളതെന്ന് നോക്കാനും വെക്കാനും ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ അതിലിങ്ങനെ ഒതുങ്ങി നിന്നോളും. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ വേറൊരു ഷോപ്പിംഗ് ബാഗ് ഹാഫ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. ഈ ഒരു ഇത് ഞാൻ അങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്ര ഹൈറ്റ് ഇല്ലാണ്ട് നല്ലൊരു ഓർഗനൈസറായിട്ട് കിട്ടും. ഇത് പക്ഷേ കാർഡ്ബോർഡിൻ്റെ അല്ല, കുറച്ചൊരു സ്റ്റിഫായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ് വരുന്നത്. ഞാൻ ഈ ഓർഗനൈസേഴ്സൊക്കെ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊന്നും ഒരു കേടുപാട് പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ കുറേ ആയി ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഷർട്ട് കൊണ്ട്, ഒരു പഴയ ഷർട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഓർഗനൈസിങ് ബാഗാണ്.
അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്, ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കാം കേട്ടോ. എളുപ്പമാണ് ഈ ഒരു ബാഗ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ ഇതിൽ എൻ്റെ കയ്യിൽ കുറച്ച് നൈറ്റി മെറ്റീരിയലും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ട് അതൊക്കെ അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും എടുത്ത് വെക്കാനുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ എല്ലാം വെച്ച് നല്ലോണം ഈ ഒരു ബട്ടൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒതുങ്ങി നിന്നോളും. ഇനി കാണിക്കുന്നത് നമ്മളുടെ ഹാങ്കറൊക്കെ തൂക്കിയിടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ വരുന്ന സ്പേസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ഓർഗനൈസേഴ്സാണ്. ഞാൻ സാധാരണ ഡ്രസ്സുകളൊന്നും ഹാങ്ങറിൽ ഹാങ് ചെയ്തിടാറില്ല. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ആ ബാഗിലൊക്കെ ഫോൾഡ് ചെയ്ത് എടുത്തേക്കാറാണ്. അപ്പോൾ ആ ഒരു ഹാങ്ങർ തൂക്കിയിടുന്ന ആ മുകളിലത്തെ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാനില്ല. അതുകൊണ്ട് ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഓർഗനൈസറാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലും 2 ഹോൾസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഹാങ്കർ ഇതേപോലൊരു ചരട് വെച്ചിട്ട് ആ ഒരു ബോക്സിനോട് ചേർത്ത് കെട്ടി കൊടുത്തിട്ടുള്ളതാണ്. 2 സൈഡിലും അതേപോലെ ഹാങ്ങർ വെച്ച് കെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പഴയ അരിച്ചാക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓർഗനൈസറാണിത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആ ഒരു ഹാങ് ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെയാണ് ഇത് ഹാങ് ചെയ്ത് വെച്ചാൽ ഉണ്ടാവുക. അപ്പോൾ ഹാങ്ങറൊക്കെ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതാ ഈ ഒരു ഓർഗനൈസറാണ്. ഇത് ചീർപ്പൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നീളത്തിലുള്ള ഐബ്രോ പെൻസിൽ, അങ്ങനെയുള്ള നീളത്തിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇട്ട് വെക്കുന്ന ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഇത് ഞാൻ സ്പ്രേയുടെ ഒരു ബോക്സാണ്. അത് ഇതേപോലെ ഫ്രണ്ടിൽ വരുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റാപ്ലർ ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ആ ഒരു ഹാങ് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഹുക്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമ്മൾ ചീർപ്പ് അങ്ങനെയുള്ള നീളത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇട്ട് വെക്കാൻ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മിഠായി തെരുവിൽ ഏതെടുത്താലും 20-30 രൂപ എന്നുള്ള ഷോപ്പുണ്ട്. അവിടുന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബോക്സാണിത്. ഞാൻ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇട്ട് വെക്കാൻ ആ ഒരു ബോക്സ് ഉപയോഗിക്കുന്നത്. കാരണം അതൊക്കെ ഇങ്ങനെ അലമാരയിൽ ഇങ്ങനെ പരന്ന് കിടക്കണ്ടല്ലോ. ഇതുപോലുള്ള ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് എല്ലാം ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് നല്ല കാണുമ്പോൾ ഒരു വൃത്തിയിൽ നിന്നോളും. അലമാറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ വൃത്തിയിൽ നിന്നോളും. ഇത്രയും ഓർഗനൈസേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കണ്ട് നോക്കുക. ചാനലിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബായ്.